മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആറങ്ങോട്ടുകര വയലി നാട്ടറിവ് സംഘവും കേരള കലാമണ്ഡലവും ചേർന്ന് നടത്തുന്ന മഴോത്സവം സീസൺ 9 ഓഗസ്റ്റ് 9, 10 തീയതികളിലായി നടക്കും. മഴ പ്രമേയമാക്കിയുള്ള കലാപരിപാടികളാണ് ഈ വർഷത്തെ മഴോത്സവത്തിന്റെ പ്രധാന ആകർഷണം. കേരള കലാമണ്ഡലത്തിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സംഘാടകർ ഇക്കാര്യം അറിയിച്ചത്. കലകളെ അറിയുക, നിളയുടെ തീരത്തും നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അറിയാനുള്ള ഒരു അവസരം നൽകുക എന്നുള്ള രീതിയിലാണ് മഴോത്സവത്തിന്റെ തുടക്കം. ഇപ്പോൾ ഇത് 9ാമത്തെ വർഷത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. 9ാമത്തെ വർഷത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ വീണ്ടും നമ്മൾ കലാമണ്ഡലത്തിലെ സഹകരണത്തോടു കൂടി തന്നെയാണ് നടത്തുന്നത്. 2 ദിവസമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. വയലി ആറങ്ങോട്ടുകരയുടെ ഒരു സ്പേസ്, വയലരങ്ങ് എന്ന് പറയുന്ന സ്പേസ് ഉണ്ട്. അവിടെ വെച്ചിട്ട് 1ാം ദിവസം മഴോത്സവം ആരംഭം 1ാം ദിവസം നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് അതിന്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. അവിടെ കൂടുതലും ഫോക്ക് പെർഫോമൻസസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിളയുടെ തീരത്തുള്ള കലാപരമായിട്ടുള്ള ഫോക്ക് പെർഫോമൻസസ്. അതിനുശേഷം കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ കുറേയേറെ പ്രോഗ്രാംസും നമ്മുടെ കുറേയേറെ പ്രോഗ്രാംസും ഒക്കെ ആയിട്ടാണ് ഇത്തവണത്തെ മഴോത്സവം നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ മഴയുമായിട്ടുള്ള ഫോട്ടോ പ്രദർശനം. അതൊരു 2 പേരുടെ ചെയ്യുന്നുണ്ട്. ഉത്തമൻ കാടഞ്ചേരി, ശശി മേനോൻ അവരുടെ മഴ പുഴ ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാട്ടും പറച്ചിലും എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അതിലാർക്കും പങ്കെടുക്കാം. ഇപ്പോൾ വയലി കലാമണ്ഡലം ആയിട്ടുള്ള കുട്ടികളും എല്ലാവരും കൂടി ചേർന്നിരിക്കാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ വരുന്നവർക്ക് എല്ലാം പങ്കെടുക്കാവുന്ന, അവർക്ക് പറയാനുള്ള, പാടാനുള്ള, അവർക്ക് കഥ പറയാവുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ആ പാട്ടും പറച്ചിലും എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നത്. ശേഷം പിന്നെ കലാപരിപാടികളുടെ ഒരു 12 മണി തൊട്ട് തുടങ്ങും. രാത്രി 10 മണി വരെ നിർത്താതെയുള്ള പരിപാടികളായിരിക്കും ഉണ്ടാവുന്നത്. കലാമണ്ഡലത്തിലുള്ള പെർഫോമൻസ് ഒക്കെ. വയലി നാട്ടറിവ് സംഘം കേരള കലാമണ്ഡലവുമായി ചേർന്ന് നടത്തുന്ന മഴോത്സവം സീസൺ 9 ഓഗസ്റ്റ് 9, 10 തീയതികളിൽ നടക്കും. മഴ പ്രമേയമാക്കിയുള്ള കലാപരിപാടികളാണ് ഈ വർഷത്തെ മഴോത്സവത്തിന്റെ പ്രധാന ആകർഷണം. കലാമണ്ഡലത്തിൽ ഇന്ന് നടന്ന പത്രസമ്മേളനത്തിലാണ് വയലി പ്രവർത്തകരായ സുജിൽ കുമാർ വയലി, ഭാഗ്യനാഥ് വയലി, മനു വയലി, സുദീപ് വയലി, ഉണ്ണികൃഷ്ണൻ വയലി എന്നിവരും കലാമണ്ഡലം വിദ്യാർത്ഥികളായ അമർനാഥ് MS, ഗോകുൽ VS എന്നിവരും ഇക്കാര്യം അറിയിച്ചത്. മഴോത്സവത്തിന് ഓഗസ്റ്റ് 9 വൈകുന്നേരം 4 മണിക്ക് ആറങ്ങോട്ടുകര വയലരങ്ങിൽ തിരിതെളിയും. ഗോപാലൻ, ജ്യോതി ദമ്പതിമാരുടെ പുള്ളുവൻ പാട്ട്, പെരിങ്ങോട് AKG മണികണ്ഠൻ അവതരിപ്പിക്കുന്ന ഇടക്കയിലെ കൊട്ടുകൾ, അടാട്ട് കതിരോല നയിക്കുന്ന മരംകൊട്ട്, ലക്ഷ്മി ഗിരീഷും ജന്ന ഫ്രാൻസിസും നയിക്കുന്ന മഴ നൃത്തശില്പം, നാടൻ പാട്ടുകൾ എന്നിവ അരങ്ങേറും. നമ്മൾ വയലി നടത്തുന്ന മഴോത്സവം ഇത്തവണ നമ്മൾ 9ാം വർഷമാണ് നമ്മൾ മഴോത്സവം നടത്തുന്നത്. അത് ഇത്തവണ 2 ദിവസങ്ങളിലായിട്ടാണ്. നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, സാധാരണ ഒരു ദിവസത്തിലാണ് നമ്മൾ നടത്താറുള്ളത്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി 2 ദിവസത്തിലാണ്. ഓഗസ്റ്റ് 9ഉം 10ഉമാണ് മഴോത്സവം നടത്തുന്നത്. 9ാം തീയതി ആറങ്ങോട്ടുകര തന്നെ വയലി ഒരുക്കിയ ഒരു വേദിയിലാണ് നമ്മൾ നടത്തുന്നത്. അത് 4 മണിക്കാണ് തുടങ്ങുന്നത്. 9ാം തീയതി വൈകുന്നേരം 4 മണിക്ക് തുടങ്ങി അവിടെ പുള്ളുവമ്പാട്ട്, അതുപോലെ തന്നെ ഇടക്കയിൽ ഇത്തിരി നേരം ഇടയ്ക്ക സന്ധ്യ, അതിനുശേഷം മരം കൊട്ട്, പിന്നെ ഡാൻസുകൾ, ഇത്തരത്തിലുള്ള പരിപാടികളായിട്ടാണ് 9ാം തീയതി വയലരങ്ങിൽ വെച്ചിട്ട് മഴോത്സവം നടക്കുന്നത്. അതിനുശേഷം 10ാം തീയതി കൂത്തമ്പലത്തിൽ വെച്ച്, കേരള കലാമണ്ഡലത്തിൽ കൂത്തമ്പലത്തിൽ വെച്ചിട്ടാണ് പ്രധാന പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തേക്കുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ വയലിയും അതുപോലെ തന്നെ കലാമണ്ഡലവും ചേർന്നിട്ടുള്ള പാട്ടും പറച്ചിലും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ആദ്യമായിട്ട് നമ്മൾ 10 മണിക്ക് തുടങ്ങുന്നത്. അത് 12 മണി വരെ പാട്ടും പറച്ചിലും പറയുന്ന, ആർക്കും പങ്കെടുക്കാവുന്ന മഴയുടെ ആശയങ്ങൾ, അനുഭവങ്ങൾ പറയാവുന്ന ഒരു പരിപാടിയാണ്. അതിനുശേഷം 12 മണിക്ക് കഥകളി, അതിനുശേഷം കൂടിയാട്ടം, പിന്നെ തുടർന്ന് അങ്ങോട്ട് കലാമണ്ഡലത്തിലെ കുട്ടികൾ ചിട്ടപ്പെടുത്തിയ സ്പെഷ്യൽ മഴ പ്രമേയമാക്കിയ നൃത്തങ്ങൾ, അത് കൂടാതെ വീരനൃത്തം, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോൾ പ്രധാനമായിട്ടൊക്കെ കണ്ടുവരുന്ന വീരനൃത്തം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടംപററി ഡാൻസുകൾ, വിവിധ തരത്തിലുള്ള ട്രഡീഷണൽ ആർട്ട് ഫോമുകളെ നിലനിർത്തിയിട്ടുള്ള കണ്ടംപററി പെർഫോമൻസുകൾ വരുന്നുണ്ട്. അതുകൂടാതെ കലാമണ്ഡലത്തിലെ ഒരു പെർക്കഷൻ ബാൻഡ്, അറക്കവ്യൂഹം എന്ന് പറയുന്ന ഒരു പെർക്കഷൻ ബാൻഡ് അതിനുശേഷം പെർഫോം ചെയ്യുന്നുണ്ട്.
അതിനുശേഷം വയലിയുടെ തന്നെ മുളവാദ്യ സംഗീതം അതിനുശേഷം നടക്കുന്നുണ്ട്. അതിനും ഏറ്റവും അവസാനം വള്ളുവനാട്ടിലെ പ്രധാനപ്പെട്ട കലാരൂപങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസോട് കൂടിയിട്ടാണ് ഇത്തവണത്തെ വയലിയുടെ 9ാമത്തെ മഴോത്സവം സമാപിക്കുന്നത്. മഴോത്സവത്തിന്റെ സമാപനം ഓഗസ്റ്റ് 10 കലാമണ്ഡലത്തിൽ വെച്ച് നടക്കും. രാവിലെ 10 മണിക്ക് ഉത്തമൻ കാടംചേരി, ശശി മേനോൻ എന്നിവരുടെ മഴയെയും പ്രകൃതിയെയും കുറിച്ചുള്ള ഫോട്ടോഗ്രാഫി പ്രദർശനവും KK ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന കുരുത്തോല കൈവേല പരിശീലനവും ഉണ്ടാകും. തുടർന്ന് ഉച്ചയ്ക്ക് 12 മുതൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ പ്രധാന പരിപാടികൾ ആരംഭിക്കും. കൂടിയാട്ടം, വീരനാട്യം, കഥകളി, ഓട്ടൻതുള്ളൽ, നാടോടി നൃത്തം തുടങ്ങിയ ക്ലാസിക്കൽ കലാരൂപങ്ങൾ അരങ്ങേറും. കലാമണ്ഡലത്തിലെ അരകവ്യൂഹം മ്യൂസിക് ബാൻഡിന്റെ പ്രകടനവും കുട്ടികൾ ചിട്ടപ്പെടുത്തിയ വർഷം എ റിഥം ഓഫ് ബ്ലിസ് നൃത്തവും മഴോത്സവത്തിന് മാറ്റുകൂട്ടും. തുടർന്ന് മുളവാദ്യ സംഗീതവും നാടൻ കലാരൂപങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് മഴോത്സവത്തിന് തിരശ്ശീല വീഴും. കഴിഞ്ഞ 2 മാസമായി ആറങ്ങോട്ടുകര വയലരങ്ങിൽ നടന്നുവന്ന മഴോത്സവ വിളംബരങ്ങളുടെ സമാപനം കൂടിയാണ് ഈ പരിപാടി. 2015 ജപ്പാനിൽ നിന്നുമുള്ള തൈക്കോ ഡ്രമ്മറായ യൂഹി മഴത്താളം എന്ന പേരിൽ പരിപാടികൾ അവതരിപ്പിച്ചതോടെയാണ് വയലി നാട്ടറിവ് സംഘം മഴോത്സവത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ 9 വർഷമായി നിളയുടെ തീരത്ത് ഈ വേറിട്ട കലാമേള നടന്നുവരുന്നു. വയലി എന്ന ഈ നാട്ടരങ്ങ് സംഘം കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഉത്സവം നടത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അതിനോടനുബന്ധിച്ച് കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളലാകട്ടെ, കൂടിയാട്ടമാകട്ടെ, കഥകളി, നൃത്തം, പിന്നെ കലാമണ്ഡലത്തിൽ ആദ്യ പെർക്കഷൻ ബാൻഡായ അരകവ്യൂഹം എന്നുള്ള ബാൻഡും ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. കഥകളി ആണെങ്കിൽ പുതിയൊരു ചിട്ടപ്പെടുത്തലോട് കൂടിയിട്ടാണ് കഥകളി നമ്മളിവിടെ പെർഫോം ചെയ്യുന്നത്. മൺസൂണിലെ മാവേലി എന്ന പേരിലാണ് കഥകളി ഇവിടെ അരങ്ങേറുന്നത്. കൂടാതെ അരകവ്യൂഹം എന്ന് പറഞ്ഞിട്ടുള്ള ബാൻഡ് ഇവിടുത്തെ വാദ്യോപകരണങ്ങൾ വെച്ചിട്ടുള്ള ഒരു പെർക്കഷൻ ബാൻഡാണ്. അവരുടെ ഒരു നല്ലൊരു അനുഭവമായിരിക്കും എല്ലാവർക്കും. അത് എന്ന് വെച്ചാൽ PSCയിൽ ആദ്യമായിട്ട് വന്നൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്, കലാമണ്ഡലത്തിലെ ആദ്യത്തെ ബാൻഡ് എന്നുള്ള രീതിയിൽ. ന്യൂസ് ഡെസ്ക് CCV.